എന്താണ് ഇതിന്റെ പേര്? യെസ്, അറേബ്യൻ ഷുർബൻ. കുറച്ച് സാമ്പിൾ ഒക്കെ നമുക്ക് എന്നിട്ട്. അപ്പൊ ഈ ഇതൊരു വെറൈറ്റി ഷുർബൻ, വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏത് ആളുകൾക്ക് ഉണ്ടാക്കാം ഈ ഷുർബ. അപ്പൊ ഈ ഒരു എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ ഒരു പ്ലേറ്റ് എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കൊത്തമല്ലി ഇടുക, ഉണങ്ങിയ കൊത്തമല്ലി. പിന്നെ 1 ടേബിൾ സ്പൂണ് നല്ല നാടൻ കുരുമുളക്. പിന്നെ ഒരു 5 ഏലക്കായ, ഒരു പട്ട, ഒരു 5 ഗ്രാമ്പൂവ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, പിന്നെ ഒരു ഇല. ഇതാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യം. അപ്പോൾ ഞാൻ കറുവപ്പട്ട പൊട്ടിച്ചിട്ടിരിക്കുന്നത്. ഇത് നമുക്കൊരു കിഴി ഉണ്ടാക്കണം. ഇത് കിഴിയിലാണ് ഈ ഷുർബൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഞാനൊരു തുണിയുടെ 2 മുറിച്ചിട്ട് അതിനെ കെട്ടാൻ വേണ്ടിയിട്ട് ആക്കിയിട്ടില്ല. ഒരു കോട്ടൺ തുണിയാണ് നല്ലത്. വൈറ്റ് കളറാണ് എപ്പോഴും ഉത്തമം. മറ്റേ കളറായി കഴിഞ്ഞാൽ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഒരു ബൗളിലേക്ക് ഇതുപോലെ വെച്ചിട്ട് നമ്മുടെ ഈ എല്ലാ സംഭവങ്ങളും കൂടിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് കെട്ടി വെക്കണം. അപ്പോൾ ഒരു ടൈറ്റായിട്ട് കെട്ടി വെക്കണം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഇതിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ കൂടി കംപ്ലീറ്റ് കൂട്ടുകയാണ്. പൊന്തി നിൽക്കുന്നതൊക്കെ ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിടാം. ഇതുപോലെ ആക്കിയിട്ട് ഗ്യാപ്പ് ഉണ്ടാവരുത്, അതിൻ്റെ ഉള്ളിൽ കൂടി ഒരിക്കലും സാധനം വീണ് പോകരുത്. അപ്പം നല്ലവണ്ണം ടൈറ്റാക്കി ഒന്നിങ്ങനെ കുലുക്കിയിട്ട് ശരിയാക്കിയിട്ട്, കോട്ടൺ തുണി വൈറ്റാണ് ഏറ്റവും ഉത്തമം. ശരിക്കും കൊണ്ട് കെട്ടി വെക്കുക, നല്ല മുറുക്കി കെട്ടുക. കാരണം ഒരു നിലക്കും അത് അഴിഞ്ഞു പോകരുത്. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സംഭവം. ഇത് കെട്ടിക്കഴിഞ്ഞ ശേഷം ഇതിൻ്റെ സൈഡിലുള്ള എക്സ്ട്രാ പീസുകൾ ഉണ്ടാവും. അത് നമ്മളൊരു കത്രി കൊണ്ട് കട്ട് ചെയ്ത് കളയും. അതോട് നമുക്ക് ആവശ്യമില്ല, ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഇതിൻ്റെ വാലും അങ്ങോട്ട് മുറിച്ചളയാം. എന്നിട്ട് നമ്മളൊരു ഇഞ്ചിയൊക്കെ ചതക്കുന്ന ഒരു കല്ലെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് ചതച്ച് കൊടുക്കുക. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇത് കുറച്ച് ചൂടുവെള്ളയിലേക്ക് ഒഴിച്ചിട്ട്, നല്ല ചൂടായാലും കുഴപ്പമൊന്നുമില്ല, സ്വല്പം നേരം ഒരു 5 മിനിറ്റായിട്ട് ഇട്ടാൽ മതി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കളറൊക്കെ ഇറങ്ങി വരും. അധികം വെള്ളം ഒഴിക്കരുത്, കുറച്ച് മതി. അതുകൊണ്ട് മാറ്റി വെക്കുക. ഇനി ഇതാണ് നമ്മളുടെ ഇറച്ചി. ഈ ഒരു കഷ്ണം ബീഫ് പറ്റും, മട്ടൺ പറ്റും, കോഴി പറ്റും, ഒക്കെ പറ്റും. ഈ ഒരു വലിയൊരു പീസാക്കിയിട്ടാണ് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് അതിട്ട് ഞാനൊരു 6 ആൾക്ക് കഴിക്കാനുള്ളൊരു ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത്. ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് അത് വേവിക്കുക. 2 തരത്തിൽ വേവിക്കുക. ഞാൻ ഇതൊരു മസാല, ഈ വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഉപ്പ് പാകത്തിനിടുക. വേറെ ഒന്നും ഇടരുത്, ജസ്റ്റ് ഒന്ന് ഇളക്കുക. വേറെ വെള്ളം ഒന്നും ഒഴിക്കരുതേ, ഈ ഒരു വെള്ളം മാത്രം മതി. എന്നിട്ട് ശരിക്കും അടച്ചു വെക്കുക. ഇത് 2-3 വിധത്തിൽ വേവിക്കുക. ഞാനിത് ഒരു സ്റ്റീം വന്ന ശേഷം പിന്നെ ഒരു 20 മിനിറ്റ് ഫ്രീ ആക്കി വെക്കും. ആ ഒരു ചെറു തീയിൽ വെച്ചിട്ട് വെന്തതാണ് ഇപ്പോൾ ഈ സംഭവം. അപ്പോൾ ഞാൻ തുറക്കുകയാണ്. ഇതൊക്കെ റെഡിയാണ്. ഇതിന് അവിടേക്ക് മാറ്റി വെക്കുക. ഇതൊരു സ്റ്റെപ്പാണ്, ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമ്മളെ ഗോതമ്പ്, ഇതൊരു ദിവസം മുമ്പ് ചെയ്യണം. ഇത് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള നമ്മളെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു ഗോതമ്പാണ്. ഇനി വൈറ്റ് ഗോതമ്പാണ്, അതും പറ്റും, കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ഗോതമ്പാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. ഏകദേശം ഒരു 3 ഗ്ലാസ് ഉണ്ട്, 250 മില്ലിയുടെ. അത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുക. കൃത്യം ഒരു 24 മണിക്കൂർ വെക്കലാണ് ഏറ്റവും ഉത്തമം. എന്നാലും അത് കംപ്ലീറ്റ് ഒന്ന് ചേർത്ത് ഒന്ന് സോഫ്റ്റായി വരിക. വല്ല പൊടിയ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി വെക്കുക. ഇപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് കഴുകി വൃത്തിയാക്കി ഞാൻ അടച്ച് വെക്കുകയാണ്. 24 മണിക്കൂർ നിർബന്ധമായിട്ടും വെക്കണേ. അപ്പോൾ 24 മണിക്കൂർ വേണ്ടി ഞാൻ പെടുത്തു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറച്ച് ഒരു നൊരയൊക്കെ വന്നിട്ടുണ്ടാവും. അതൊക്കെ കംപ്ലീറ്റ് കഴുകി കളയണം. ആ വെള്ളം ഉപയോഗിക്കരുത് ഒരിക്കലും. നല്ലോണം കഴുകി കളയാം, അല്ലെങ്കിൽ ഒരു സ്മെല്ലുണ്ടാവും. കുക്കറിലേക്ക് ഇടുക. കുക്കറിലേക്ക് ഇത് മുങ്ങുന്ന വെള്ളത്തിൽ നമ്മളൊരു ചൂണ്ടുവിരലിൻ്റെ ആ ഒരു ഫസ്റ്റ് കട്ടിങ് ഉണ്ടല്ലോ, അതിനെക്കാട്ടും സ്വല്പം കൂടി കൂട്ടിയിട്ട് വെള്ളം വെക്കുക. ഈ ഒരു അളവിൽ വെക്കുക വെള്ളം. ഇനി ഇതിലേക്ക് നമുക്ക് ഇടേണ്ട സാധനങ്ങൾ, ആവശ്യത്തിന് ഉപ്പിടുക. ഇതേപോലെ നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഒരു 6 അല്ലി വെളുത്തുള്ളി ഇടുക. പിന്നെ ഒരു 3 ഗ്രാമ്പൂ ഇടുക. 2 ഏലക്കായ ഇടുക. എന്നിട്ട് നമ്മളുടെ ആ കിഴി ഉണ്ടല്ലോ, കിഴി അതിലേക്ക് ഇടുക. എന്നിട്ട് അതിട്ടിട്ട് ഒരു 20 സ്റ്റീം വേവിക്കുക.
ഈ റേഷൻ കടയിലത്തെ ഗോതമ്പിന് ഏകദേശം ഒരു 20 സ്റ്റീം വന്നെങ്കിലുള്ളൂ അത് വേവ്, അല്ലെങ്കിൽ വേവില്ല. കാരണം ഞാനത് 2-3 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അത് സംഭവം റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പുറത്തെടുത്ത് വെക്കുകയാണ്. ഇനി കിഴി മാറ്റി വെക്കണം, ഏലക്കായ മാറ്റി വെക്കണം, ഗ്രാമ്പു മാറ്റി വെക്കണം. വെളുത്തുള്ളി അതിൽ തന്നെ ഇരുന്നോട്ടെ. ഇതിപ്പോഴും ഒരു കംപ്ലീറ്റ് ഉടഞ്ഞിട്ടുണ്ടാവില്ല, അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം. അപ്പോൾ കിഴി മാറ്റി വെക്കുക. ഇതൊക്കെ ആവശ്യം നമുക്കിനി ഏലക്കായ ഗ്രാമ്പും അങ്ങോട്ടേക്ക് മാറ്റി. അതൊരു കൂട്ടത്തിൽ അരയണമെന്നില്ല, അരഞ്ഞാൽ വേറൊരു സ്മെല്ല് പിന്നെ വരും, അധികം സ്മെല്ലായി പോകും. അത് മാറ്റി വെച്ചിട്ട് ഈ ഗോതമ്പ് നല്ലോണം ചൂടാറി കഴിഞ്ഞ ശേഷം നല്ലോണം ലൂസാക്കിയിട്ട് അരക്കുക. മിക്സിയുടെ ജാറിലേക്ക് ഇടുക. ചൂട് അണഞ്ഞ ശേഷമായിരിക്കണം കേട്ടോ ഇത് അരക്കേണ്ടത്. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ കുക്കറിന് ഈ മിക്സിൻ്റെ മുകളിൽ ഇങ്ങനെ പുറത്തേക്ക് പൊന്തി വരും. ഈ ഒരു ലൂസിൽ ഇത് കംപ്ലീറ്റ് അരച്ച് വൃത്തിയാക്കി വെക്കുക നല്ലവണ്ണം. ഇതിൽ ഏതാക്കി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ടാവും. ഈ ഒരു ലൂസിലാക്കി വെക്കുക. ഇനി ഒരു വലിയ ഉള്ളിയും ഒരു 4 പണ വെളുത്തുള്ളിയും 2 ചിക്കൻ സ്റ്റോക്കും. ഇതൊരു കാശ്മീർ മുളകാണ്. ഈ ടൊമാറ്റോ പേസ്റ്റ് നമ്മൾ വാങ്ങുന്നതിനെക്കാട്ടും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഈ ഒരു പേസ്റ്റ് ഉണ്ടാക്കാൻ ഏറ്റവും ഉത്തമം. അപ്പോൾ ഇത് കാശ്മീർ ചുവന്ന മുളക് ഞാൻ കാശ്മീർ പോയപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതിൻ്റെ കുരുവൊക്കെ കളയുക. കുരുവൊക്കെ കളഞ്ഞിട്ട് നല്ല ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട് വെക്കുക. ഇതുപോലെ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട്. എരിവ് വേണ്ടേ, കളർ ഇട്ടാൻ വേണ്ടി മാത്രമാണിത്, ഇതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനൊരു 4 തക്കാളി മിക്സിയുടെ ജാറിലിട്ടിട്ട് ശരിക്കും അരക്കുന്നുണ്ട്. തക്കാളിക്ക് ഒരു ഈ മുളക് കാശ്മീർ മുളക് ചൂടുവെള്ളത്തിലിട്ടിട്ട് അത് അരച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് നല്ലൊരു കളറും വരും. ഈ ടൊമാറ്റോ പേസ്റ്റിന് നല്ലൊരു കട്ടി ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കാശ്മീർ മുളക് ഇടണം നിർബന്ധമൊന്നുമില്ല, ഒരു കളർ ഇട്ടാനാണത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളി അരച്ച് കഴിഞ്ഞിട്ട് ഇനി ഇതിലേക്ക് ഞാനിനി ആ കാശ്മീർ മുളകിൻ്റെ അതും വെള്ളവും ചൂടാറി കഴിഞ്ഞ ശേഷം അത് ഇട്ടിരിക്കുന്നു. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് അരച്ച് നല്ല റെഡ് കളറിൽ ചോര കളറിലുണ്ടാവും. ഇത് അതോട് മാറ്റി വെക്കുക നമുക്ക്. ഇനി ഞാൻ അടുപ്പ് കത്തിച്ചിട്ടില്ല. ഇനി അടുത്ത ലാസ്റ്റ് പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത്. ഒരു ചെറിയൊരു കഷ്ണം ബട്ടർ അതിൽ ഇട്ടിട്ടുണ്ട്. ഇനി ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ഇട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല. സ്വല്പം വെളിച്ചെണ്ണയും ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. എൻ്റെ കയ്യിൽ ഒലിവ് ഓയിൽ ഇല്ലാത്തതുകൊണ്ടാണ്. സ്വല്പം ഇട്ടാൽ അധികം വേണ്ട. ഞാൻ ഉള്ളിയും ആ വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും പിന്നെ നമ്മുടെ ആ പൊടിപൊടിയായിട്ട് അരിഞ്ഞ് ചതക്കരുത്, പൊടിപൊടിയായി അരിച്ചിട്ടുള്ള വെളുത്തുള്ളിയും 2 ചിക്കൻ സ്റ്റോക്കും ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. ചിക്കൻ സ്റ്റോക്ക് അതിലിട്ടിട്ട് വേണം ഇളക്കണം, അല്ലെങ്കിൽ കട്ടയായി കിടക്കും. പിന്നെ ശരിക്കും അത് ഇങ്ങോട്ട് കംപ്ലീറ്റ് എല്ലാ ഭാഗവും ആക്കുക. ഇതുപോലെ ഒന്ന് മിക്സി ആയി കഴിഞ്ഞ് വന്ന ശേഷം ഇനി നമുക്ക് ഉപ്പ് പാകത്തിനിടുക. ഉപ്പ് അധികം ഇടണ്ട, കാരണം ഓൾറെഡി മറ്റേ ഉപ്പുണ്ടാവും. ഇനി ഒരു 1/2 സ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി, അത് നിർബന്ധമായിട്ട് ഇടണം. പിന്നെ ഒരു 1/4 സ്പൂണ് ഗരം മസാല, അധികം ഇടരുത്, 1/4 മാത്രം മതി, 1/4 സ്പൂൺ ഇട്ടാൽ മതി. ഇനി 1 സ്പൂണ് കുരുമുളക് പൊടി. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക കംപ്ലീറ്റ് ആയിട്ട്. ഇനി അതിലേക്ക് നമ്മളുടെ ഈ ടൊമാറ്റോ അരച്ചത് അതിൽ കിട്ടുക. എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരും. ഇപ്പോൾ നല്ലൊരു ചൂടിൽ വെക്കുക, ഹൈ ചൂടിൽ വെക്കുക. അതിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ ബീഫിൻ്റെ പീസുകൾ മാത്രം ആദ്യം അതിലേക്കിടുക. ബീഫിൻ്റെ വെള്ളം അവിടെ തന്നെ ഉണ്ട്, അതിപ്പോൾ നമ്മൾ ഇട്ടിട്ടില്ല. ബീഫിൻ്റെ പീസ് മാത്രം ഇട്ടാവുന്ന തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ ഗോതമ്പ് മിക്സിയിൽ അരച്ചിട്ടുള്ള ഈ ഒരു ലൂസിൽ അരച്ചിട്ടുള്ളത് അതിലേക്ക് ഒഴിക്കുക. നല്ലോണം അങ്ങോട്ട് ഇളക്കുക. ഈ സമയത്ത് കുറച്ച് ചൂടുവെള്ളം പുറത്ത് വെക്കുക. നമ്മുടെ കിഴി ഇടാൻ മറക്കരുത്, അത് ഇടുക. നല്ലോണം മിക്സ് ചെയ്യുക. ഇതിന് ശേഷം നമ്മുടെ ആ ബീഫിൻ്റെ വെള്ളം അത് നിർബന്ധമായിട്ട് ഒഴിക്കണം, ഒരിക്കലും മറന്നു പോകരുത്. അത് അതിലേക്ക് ഇടുക. ഇനി കട്ടി കുറച്ച് കൂടുതലാണ് തോന്നുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല ചൂടുവെള്ളം, ആ ചൂടുവെള്ളം പച്ചവെള്ളം ഒരിക്കലും പാരരുത്. തിളച്ച് വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു കട്ടി കൊടുത്തു തോന്നും. അപ്പോൾ നമുക്ക് ഈ ഒരു ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കുക. കംപ്ലീറ്റ് ഇളച്ച് വന്ന് തള വന്ന ശേഷം അത് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ മല്ലിയില ചെറുതാക്കി പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത്, അതിൽ തണ്ട് ഇടണ്ട, മല്ലിയില മാത്രം ഇട്ടാൽ മതി. പുതിന ഒരിക്കലും ഇടരുത്, ഒരു കൈപ്പിടുത്തം മതി. കംപ്ലീറ്റ് അതിലേക്ക് ഇടുക. എന്നിട്ട് അവിടെ അടച്ച് വെക്കുക. അപ്പോൾ ഞാനത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അടുപ്പിൽ നിന്ന്. ഇനി അതൊരു ബൗളിലേക്ക് പാർന്നിട്ട് ഓരോ വലിയ വലിയ പീസായിട്ടാണ് അത് കിഴി അങ്ങോട്ട് മാറ്റി വെക്കുക. നമുക്കൊന്ന് പിഴിഞ്ഞിട്ട് മാറ്റി വെച്ചാൽ മതി. ഇനി ഒരു ബൗളിലേക്ക് ഓരോ കഷ്ണം ഇട്ടിട്ട് അത് കൊടുക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്, ക്ഷീണമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല.
ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നത് നല്ലതാണ്. കുട്ടികളൊക്കെ ഭയങ്കര എനർജി ഫുഡാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.